ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ നെന്യൂസ് നെന്യു. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് രാത്രി കടൽ കാണാൻ പോയ വിശേഷങ്ങളാണ് കേട്ടോ. എനിക്ക് പകലിൻ്റെ കാട്ടിലും കൂടുതൽ ഇഷ്ടം രാത്രി വരുന്നതാണ് കേട്ടോ കടൽ കാണാൻ. കാരണം എനിക്ക് പകൽ കാണുമ്പോൾ അങ്ങനെ ലൈറ്റ് ഒന്നും കാണില്ല, പക്ഷെ രാത്രി വരുമ്പോൾ നല്ല ലൈറ്റ് നല്ല ഭംഗികളൊക്കെ ഉള്ള കാരണം. പക്ഷെ ഒരു കാര്യമുണ്ട്, വെള്ളത്തിലിറങ്ങാൻ പറ്റില്ല എന്ന് മാത്രം കേട്ടോ. രാത്രി വെച്ചാൽ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ പാർക്കിൽ ഇരുന്ന് കളിച്ചു കേട്ടോ. കുറച്ച് നേരം അവിടെ കളിക്കാനും കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളെ പരിചയമില്ലെങ്കിലും പക്ഷെ പാർക്കിൽ കളിക്കുമ്പോൾ എല്ലാവരായിട്ട് സെറ്റാണ് കേട്ടോ. അവിടെ കുറേ നേരം കളിച്ചു, പിന്നെ അങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. നേരായ വഴി ഉണ്ടെങ്കിലും പക്ഷെ എനിക്ക് തിക്കും കുടിഞ്ഞ ഈ വഴി കൂടെ വരാനാണ് എനിക്കിഷ്ടം. പാർക്കിൽ ഞങ്ങൾ ഈ ഭാഗത്തേക്ക് വന്നിട്ട് ഇവിടെ യന്ത്രൂഞ്ഞാലുണ്ടായിരുന്നു. ഈ യന്ത്രൂഞ്ഞാൽ ഇങ്ങനെ കറങ്ങുമ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞ് ഓളിടണ്ടായിരുന്നു. ഞാൻ വിചാരിക്കും എന്തിനായിരിക്കും ഈ യന്ത്രൂഞ്ഞാലത്തിൽ കയറിയിട്ട് ആൾക്കാർ ഇങ്ങനെ ഓളിടയാണ്. ഇത്രയും പേടി നിങ്ങൾക്ക് പിന്നെ എന്തിനാ ഇവർ കയറണേ? എനിക്ക് പേടിയൊന്നും ഇല്ല കേട്ടാ, പക്ഷെ എൻ്റെ ഉപ്പ കയറ്റാത്ത കാരണമാണെന്നുള്ളൂ. പിന്നെ കുറച്ച് നേരം അവിടെ ആൾക്കാർ ഓളിടുക ചെയ്യണതൊക്കെ കുറച്ച് നേരം കണ്ടു നിന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് സ്ഥലം എന്ന് വെച്ചാലാണ് കുട്ടികൾ ഈ കളിക്കുന്ന സ്ഥലമല്ലേ ഇങ്ങനെ ചാടിയിട്ട്, അതാണ് എൻ്റെ ഫേവറേറ്റ്. എൻ്റെ ഇഷ്ടം കണ്ടോ, ഒരു പിങ്ക് ഡ്രസ്സ് ഇട്ടിട്ട് മേലെ കയറിപ്പോണ് ഒരു കുട്ടീൻ്റെ ബാക്കി കയറുന്നുണ്ട്. അതാണ് ഞാൻ. പിങ്ക് ഡ്രസ്സ് ഇട്ടിട്ട് അതാണ് ഞാൻ. കയറാൻ ഭയങ്കര പണിയാണ്, മേലക്ക് ഇങ്ങനെ കൊത്തി പിടിച്ച് കയറണം. പിന്നെ ഒരു സാധനം ഉണ്ട്, അതിനൊക്കെ ഒഴുകും, നല്ല രസം. പക്ഷേ ഇതിന് നല്ല സ്പീഡിൽ വരും കേട്ടോ. അത് ബീച്ചിക്ക് വന്നാണ്ടല്ലോ എൻ്റെ ഫേവറേറ്റ് സ്ഥലം എന്ന് വെച്ചാൽ ഇതാണ്. ഇവിടെ ഞാൻ വന്നാൽ കുറേ നേരം കളിക്കും. ഞാൻ ഉപ്പ പ്ലീസ് ഒരു മിനിറ്റ് കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ. പിന്നെ അവിടെ നല്ല രസമുണ്ട് ചാടി കളിക്കുക കുട്ടികൾക്കൊക്കെ. ഈ സാധനത്തിൽ ഞാൻ കളിക്കുന്ന സമയത്താണ് ഉമ്മച്ചി മൊബൈലും കൊണ്ട് വീടെടുക്കുക. അപ്പം എന്നെ കാണാത്ത കാരണം ഞാൻ മുന്നിലേക്ക് വന്ന് ചാടി കളിച്ച്. പിന്നെ എല്ലാവരും ശരിക്കും കാണുന്നില്ലേ? ഇപ്പോൾ ഇതിൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവാണ് കേട്ടോ ഗൈസ്. അങ്ങനെ കുറച്ച് നേരം ബീച്ചിൻ്റെ അവിടെ മണ്ണിലൊക്കെ ഇരുന്നു. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ റിങ് എഴുയൂലേ? റിങ് എഴുതുക കുറേ ബിസ്ക്കറ്റും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ റിങ്. ഞാൻ ഉപ്പാട് പറഞ്ഞു, ഉപ്പച്ചക്ക് എന്തെങ്കിലും കിട്ടിയാലോ. പക്ഷേ പൈസ കൊണ്ട് പോയത് ഗൈസ്, ഒന്നും കിട്ടിയില്ല. നിങ്ങളാരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഒന്ന് ചെയ്യണം കേട്ടോ. എൻ്റെ അറിവിൽ റിങ് ചെയ്തിട്ട് ആർക്കും കിട്ടിയിട്ടില്ല എന്നിട്ട് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ആരെങ്കിലും പ്രൈസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയൂട്ടോ ഗൈസ്. പിന്നെ നല്ല വിശപ്പ് പോണ സമയത്ത് അപ്പം ഞങ്ങൾ TNT ചാവക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് കയറി. എൻ്റെ പൊന്നോ, ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും ഇങ്ങനെ വന്ന് കഴിക്കും. അത്രക്കും ടേസ്റ്റ് ഫുഡാണ് ഗൈസ് അവിടെ. നിങ്ങളത് ഈ കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടണം. സൂപ്പർ ടേസ്റ്റാണ് ഈ ഇവിടുത്തെ ഫുഡിനൊക്കെ. കഴിച്ചിട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഉപ്പിലിട്ട ഒരു മാങ്ങ നമുക്കൊപ്പം തന്നെ തരും സലാഡിൻ്റെ ഒപ്പം. ആ മാങ്ങ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് ഈ മാങ്ങ സലാഡ്. നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞേ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം. മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ യു. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം.